മാടം വിട്ട ചില ശല്യങ്ങളൊക്കെ ഉള്ള വീടാ പണ്ട് മുതലേ. ദുർമരണങ്ങള് പലത് നടന്ന തറവാടാ. അന്യ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പാർത്താൽ സ്വൈര്യം കിട്ടില്ല എന്നാ വിശ്വാസം. ആരൊക്കെയാ ഈ ചത്തുപോയവര്? 150 വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് തഞ്ചാവൂരിൽ നിന്നങ്ങാണ്ട് ഒരു നൃത്തക്കാരിയെ മേടമേ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. രാമനാഥന്റെ പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട്. എന്തിനു പറയുന്നു, കാർന്നോര് എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നോര് നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നുകളഞ്ഞു. ശ്രീദേവിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ വല്ല മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോന്ന്? വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങിയാണ്. താനും തന്റെ ആ പരിഷ്കാരി പെണ്ണും കൂടെ ഇവിടെ കാണിച്ച നിഷേധത്തിന്റെ ദുഷ്കരണങ്ങളാണോ ആ കണ്ടതൊക്കെ? മാടമ്പിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. ആ രോഗി നിന്റെ ഗംഗയാണ്. അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു. കൊല്ല മുടിയാതെ നാഗവല്ലി. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. ഇവിടെ അകാലമൃത്യു വരെ ഉണ്ടാവാം എന്നൊരവസ്ഥയാ. ഒരു മനോരോഗ ചികിത്സനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. ഗംഗയിലെ ചിത്തരോഗി നാഗവല്ലിയായി മാറുന്ന നിമിഷങ്ങളിൽ താങ്കൾ ഇവിടുത്തെ പഴങ്കഥയിലെ കാമുകനായ രാമനാഥനായി മാറുന്നു. I am going to break all conventional concepts of psychiatry. உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி. உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். എത്ര വർഷം കഴിഞ്ഞാലും മണിച്ചിത്രത്താഴ് പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും. ഉണ്ടാവും, എൻ്റെ മനസ്സിലും ഉണ്ടാവും. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതില് ഒരു മണിച്ചിത്രത്താഴ് എൻ്റെ ജീവിതത്തിൽ, പിന്നെ മലയാളികളുടെ ജീവിതത്തിൽ ഒരു പടം മാത്രമല്ല, അതൊരു വലിയ സംഭവമാണ്. ഇപ്പോഴും when they come and say it, what a classic, you know, it's beautifully done. പഴമുതിർ കൊഞ്ചലിൽ ചോല